ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ PLR. ഞാൻ നിങ്ങൾ സ്വന്തം മുഖിൻ പെരുവല്ലൂർ. ഇന്ന് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ തൃശ്ശൂർ, ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ പഴനിക്ക് തുല്യമായി അതേ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന മറ്റൊരു ക്ഷേത്രമാണ് ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെ താഴെ അടിവാരത്ത് നമ്മുടെ അമ്പലം കുന്നിൻ മുകളിലാണ്. അപ്പോൾ താഴെ അടിവാരത്ത് ഗണപതി ക്ഷേത്രമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാവടി എടുത്ത് മല കയറുന്നവരുണ്ട്. അതിനു മുന്നേ നമ്മൾ ഗണപതി ക്ഷേത്രത്തിലെത്തി തേങ്ങ ഉടച്ച് മല കയറാം. അപ്പോൾ മല കയറുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നിൻ മുകളിലേക്ക് നമുക്ക് രണ്ട് വഴിയുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പ് വഴി പോവാം. 1, 2 നമുക്ക് സൈഡുകളിലൂടെ ചെറിയ റോഡുണ്ട്. ആ റോഡ് കാറും സൈക്കിളൊക്കെ പോകാനുള്ള റോഡാണ്. ഈ റോഡിലൂടെ പോകുമ്പോൾ കുത്തനെയുള്ള റോഡാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പടികൾ കയറാൻ വളരെ എളുപ്പമുള്ള പടികളാണ്. നമ്മൾ തമിഴ്നാട്ടിലെ പഴനിയെ പോലെ വളരെയധികം പടികളൊന്നുമില്ല. വളരെ എളുപ്പമുള്ള, അനായാസം വൃദ്ധർക്കും എത്ര പ്രായമായവർക്കും പെട്ടെന്ന് പടി കയറാവുന്ന രീതിയിലുള്ള പടികളാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക വളരെ സന്തോഷത്തോടെ. അതുപോലെ എൻ്റെ മക്കളായ ശ്രീലക്ഷ്മിയും ശ്രീദേവിയും ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും സ്കൂളുകളിലും മറ്റും പറയാൻ കേട്ടിട്ടുള്ള മാത്രമേ അറിവുള്ളൂ പഴനിയെക്കുറിച്ചും കേരള പഴനിയെക്കുറിച്ചും. പക്ഷെ അത് നേരിട്ട് കണ്ടതിൻ്റെ സന്തോഷമാണ് അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പൂജാ ചടങ്ങുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ നമുക്ക് ഇവിടെ പൂജകളുണ്ട്. അതുപോലെ പൂജയല്ല, തലമുണ്ടനം ചെയ്യാം. രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 7:30 വരെയും ക്ഷേത്രം തുറന്നിരിക്കും. അപ്പോൾ കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യുന്ന സെയിം നമ്മുടെ തമിഴ്നാട്ടിലെ പഴനിയിൽ അതേ വഴിപാടും ആചാരങ്ങളും ഉള്ളതുകൊണ്ട് നമ്മളിതിനെ കേരള പഴനി എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴും വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ്. ഇപ്പോൾ നമ്മൾ മുകളിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ തലമുണ്ടനം ചെയ്യുന്നതാണ് പ്രധാന വഴിപാടെന്ന് ഞാൻ പറഞ്ഞല്ലോ. തലമുണ്ടനം ചെയ്യാനായിട്ട് തന്നെ ഒരു 5-6 പേരുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ പോയി ടോക്കൺ കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്ത് പോയി തലമുണ്ടനം ചെയ്തു തരും. ഇവിടെ ഈ മുകളിലെത്തിയപ്പോൾ എനിക്ക് അമ്പലത്തിൻ്റെ മുകൾ ഭാഗം കണ്ടപ്പോൾ ഞാനൊരു തമിഴ്നാട്ടിലെ ഏതോ അമ്പലത്തിലെത്തിയ ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത്. ഒരു പ്രത്യേക ഫീല് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സ്വർഗീയ അന്തരീക്ഷം. അതെ, ശരിയാണ്. നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു താഴേക്ക് നോക്കുമ്പോൾ ഒരു സ്വർഗീയ അന്തരീക്ഷം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യപ്പെട്ടത്. നിങ്ങളും എങ്ങനെയാണെന്നറിയില്ല, പോയി നോക്കുക. പിന്നെ നമുക്കിവിടെ പാൻസ് ഇട്ടിട്ട് പോകണമെന്നോ ഷർട്ട് ഇട്ടിട്ട് പോകണമെന്നോ ഒരു കുഴപ്പമില്ല. പാൻസ് ഇട്ടിട്ട് പോകാം, കുഴപ്പമില്ല കേട്ടോ. തിരക്കേറിയ തെരുവുകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ട ഈ ക്ഷേത്രം ഒരു പ്രത്യേക വിശ്രമവും സമാധാനപരമായ ഒരു അന്തരീക്ഷവുമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ശാന്തവും എന്താ പറയുക, ഒരു പ്രത്യേകമായ ഈ സ്ഥലം നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രതീതിയാണ് എനിക്കിവിടെ ചെന്നപ്പോൾ ഉണ്ടായത്. അപ്പോൾ കേരള പഴനിക്ക് വരാൻ നമ്മൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പൊന്നൂർക്കര, വെട്ടുകാട്, മരോട്ടിച്ചാൽ വഴി ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കേരള പഴനിയിലേക്ക് എത്താം. ഇവിടുത്തെ വാസ്തുവിദ്യകളൊക്കെ സെയിം എന്താ പറയുക, തമിഴ്നാട്ടിലെ ഒരു അമ്പലങ്ങളിൽ ചെയ്യുന്ന അതേപോലെയുള്ള വാസ്തുവിദ്യകളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ഇവിടെ ചെന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി അദ്ദേഹത്തിൻ്റെ തലമുണ്ടനത്തിന് ശേഷം നമ്മൾ ദർശനം നടത്തി കാവടി എടുത്ത് ദർശനത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് പ്രത്യേക ഫീലായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ശ്രീദേവിയും ശ്രീലക്ഷ്മിയും നിന്ന് തൊഴുന്ന സീനാണ് നമ്മൾ മുന്നേ കണ്ടത്. പിന്നെ അതിനുശേഷം ഇവിടെ എല്ലാ ദിവസവും 9:15 മുതൽ, അതായത് 9:15 മുതൽ ഇവിടെ അന്നദാനമുണ്ട്. ഞായറാഴ്ചകളിലും ഇത് നമുക്ക് അന്നദാനം സംഭാവന ചെയ്യണമെങ്കിൽ ആർക്കും സംഭാവന ചെയ്യാം. ഞായറാഴ്ചകൾ ചെയ്യുന്നതിന് 10,000 രൂപയും അല്ലാത്ത ദിവസം ചെയ്യുന്നതിന് 5,000 രൂപയാണ് ചാർജ് വരുന്നത്. നമുക്ക് അന്നദാനം നടത്തണമെങ്കിൽ നടത്താം. ഒട്ടേറെ പേർ ഇതിന് തയ്യാറായി നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് അഥവാ കേരള പഴനിയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.